ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് തിരിച്ചു കൊടുക്കും. സൗണ്ട് ഉണ്ടോ? ഓക്കെ. എടുക്കട്ടെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ബ്ലോക്ക് വണ്ണിലെ ഫോർത്ത് ലെസൺ എന്റർപ്രണീരിയൽ കോമ്പറ്റൻസീസ് ആണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റാർട്ടിങ് നമുക്ക് നോക്കാം. ഏതൊരു ബിസിനസ് സംരംഭകം സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തികച്ചും മത്സരം നമുക്ക് നേരിടേണ്ടി വരും. നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമുക്കൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കാം. ആ, പിന്നെ നമ്മള് ബിസിനസിന്റെ കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് പെർഫോമൻസിന്റെ രീതിയിൽ ഭയങ്കരധികം കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് എന്റർപ്രണീരിയൽ കോമ്പറ്റൻസീസ് ആൻഡ് ഓവർവ്യൂ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു നമ്മളുടെ ടെക്സ്റ്റിന്റെ പേജ് നമ്പർ 65 നമ്മൾ നോക്കുകയാണ് എന്റർപ്രണീരിയൽ കോമ്പറ്റൻസീസ് ആൻഡ് ഓവർവ്യൂ. അപ്പോൾ നമുക്കറിയാം വേരിയസ് ഓണ്ടർപ്രണീരിയൽ കോമ്പറ്റൻസീസ് ഉണ്ട് ഇവിടെ. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വേരിയസ് ലെവലായിട്ടുണ്ട്. അതായത് എന്താണ് ഈ കോമ്പറ്റൻസീസ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈമർലി കോമ്പിനേഷൻ ഓഫ് സ്കിൽസ്, നോളേജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഡിറ്റർമിൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യുവർ പെർഫോമൻസ്. ഇപ്പോൾ ഞാനൊരു ഓണ്ടർപ്രണർ ആണെങ്കിൽ എനിക്ക് എന്തായിരിക്കണം? ഞാൻ കുറച്ച് സ്കിൽസ് ഉണ്ടായിരിക്കണം, എനിക്ക് നോളേജ് ഉണ്ടായിരിക്കണം, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, പിന്നെ ഡിറ്റർമിൻസ് ഓഫ് എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കണം നമ്മളുടെ ഇതിനായിട്ട്. അപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ടു ഗീവ് എ മ്യൂസിക്കൽ പെർഫോമൻസ്, നമ്മൾ സ്റ്റേജിൽ നമ്മൾ ഒരു മ്യൂസിക്കൽ പെർഫോമൻസിന് പോകുന്ന സമയത്ത് നമ്മളുടെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യണത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെലോഡിയസ് വോയിസ് ഉണ്ടായിരിക്കാം, പിന്നെ നമ്മുടെ പെർഫോമൻസ് സ്റ്റൈല്, നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ബാക്ക്ഗ്രൗണ്ട് ഡെക്കർ ആൻഡ് സ്റ്റേജ്, അതൊക്കെ നമ്മളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ when we talk about entrepreneurial competencies, we are trying to describe all the skills and traits of an entrepreneur that affects the business growth. ഇപ്പോൾ ഒരു ബിസിനസ് ഗ്രോത്തിനെ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ സ്കിൽസ് കാര്യങ്ങളുണ്ട്. സ്കിൽസും ട്രൈറ്റ്സും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കോമ്പറ്റീവ് ആയിരിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ഒന്നുമല്ല, പക്ഷെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇൻഡിവിജ്വൽസിന് നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. മോസ്റ്റ് കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോമ്പറ്റൻസി ഈസ് ദാറ്റ് ഈസ് ബ്ലെൻഡ് ഓഫ് സ്കിൽസ്, നോളേജ്, ആറ്റിറ്റ്യൂഡ് വിച്ച് ലീഡ് ടു സുപ്പീരിയർ പെർഫോമൻസ്. നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മളെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. Well, there are several competencies which have been identified as effective inputs the performance to of process taken up by the entrepreneur. അതായത് നമ്മളുടെ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മളുടെ ഓണ്ടർപ്രണറുടെ കുറേ കഴിവുകൾ അവരുടെ ബിസിനസ്സിന് സക്സസ്സിന് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ് എന്താണ് നമ്മുടെ
ഏതൊക്കെയാണ് ഐഡന്റിഫൈഡ് കോംപ്രമൈസ്, ഏതൊക്കെ നമുക്ക് വേണ്ടത്, സം കോമൺ ആയിട്ടുള്ള നമ്മളുടെ കുറെ കാര്യങ്ങളാണ് നോക്കുന്നത്. ക്രിയേറ്റിവിറ്റി വേണം, ഇന്നോവേഷൻസ് വേണം, ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം, ബിസിനസ് ലീഡർഷിപ്പ് വേണം, പ്രോബ്ലം സോൾവിങ് വേണം, കമ്മ്യൂണിക്കേഷൻസ് വേണം, നെഗോസിയേഷൻ വേണം നമുക്ക്, പിന്നെ റിസ്ക് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ വേണ്ടത് ഒരു ക്രിയേറ്റിവിറ്റി എന്താ നമുക്ക് നോക്കാം. അതായത് ക്രിയേറ്റിവിറ്റി, ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് വേണ്ട ക്രിയേറ്റിവിറ്റി എന്താ നമുക്ക് നോക്കാം. ക്രിയേറ്റിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ creativity is defined as the tendency to generate or recognize ideas, alternatives, or possibilities that may useful in solving problems, communicating with others, entertaining ourselves and others. അതായത് ഒരു ടെൻഡൻസിയാണ് നമുക്ക് പുതിയതായിട്ടൊരു ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനായിട്ട്, അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിന് പകരം മറ്റൊരെണ്ണം യൂസ് ചെയ്യാൻ, പോസിബിലിറ്റീസ്, പിന്നെ അത് മാത്രമല്ല നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, പിന്നെ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മളെയും മറ്റുള്ളവരെയും എന്റർടൈൻ ചെയ്യിക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കഴിവാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ജനറേഷൻ ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് ഐഡിയാസ്, ഡെവലപ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ്, എന്റർടൈനിങ് അവർ സെൽസ്, എന്റർടൈനിങ് അതേഴ്സ്, അവർ സെൽസിനെയും അതർ സെൽസിനെയും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് വേണ്ടത്, ഇറ്റ് ഈസ് അബൌട്ട് എബിലിറ്റി ടു ജനറേറ്റ് നോവൽ, ഡിസ്റ്റിങ്ക്ട് ആൻഡ് അൺറിസോൾവ്ഡ് യൂസ്ഫുൾ കണക്ഷൻസ്. ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്, ഓരോ ആളുകളുടെ ഒരു കഴിവനുസരിച്ച് ആ പ്രോബ്ലത്തിനെ സോൾവ് ആക്കും. ഇപ്പോൾ മറ്റുള്ളവരുടെ പെരുമാറുന്നതിൽ ചില നമ്മൾ വ്യവസായ സംരംഭകരെ കണ്ടു കഴിഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ, നല്ല ഇതിലൂടെ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിലൂടെയൊക്കെ അവരവരുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ അവരൊരു ജനമനസ്സുകളിൽ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ ഓരോ മനുഷ്യരുടെയും ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഒരു ഓണ്ടർപ്രണറുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആളുടെ ഒരു ദ ബെനിഫിറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി ക്യാൻ ബി സീനസ്, അതായത് എന്താണ് അവരുടെ ബെനിഫിറ്റ്സ് നോക്കാം. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ, ക്രിയേറ്റിവിറ്റി എനേബിൾസ് എഫക്റ്റീവ് മാനേജ്മെന്റ്, ഇറ്റ് ക്യാൻ അഡ്രസ് പ്രോബ്ലംസ് ഇൻ എ ബെറ്റർ വേ, ഇറ്റ് ക്യാൻ സോൾവ് അൺറിസോൾവ്ഡ് പ്രോബ്ലംസ്, ഇറ്റ് enables effective utilization of available resources, it helps it in overcoming and weakness, it leads to innovations and innovative ideas, it gives an edge. അതായത് പുതിയ ഒരു എഫക്റ്റീവ് മാനേജ്മെന്റിന് തരാൻ സാധിക്കും, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്താ പറയാ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നത്തിന് പരിഹരിക്കാനായിട്ട് ക്രിയേറ്റിവിറ്റിയിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ വീക്ക്നെസ്സിനൊക്കെ ഓവർകമ്മിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇന്നോവേഷൻസ്. ഇന്നോവേഷൻസിനും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്നതാണ്. While creativity means conceptualizing something new, innovation sees applications of new or novel things to develop new product or a service. Innovations translate creativity in a utility. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നോവേഷൻസ് വരുന്നതിൽ ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ ജനറേഷൻ ആൻഡ് മൊബിലൈസേഷൻ, അഡ്വക്കസി ആൻഡ് സ്ക്രീനിങ്, എക്സ്പെരിമെന്റേഷൻ, ഡിഫ്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, കൊമേഴ്സ്യലൈസേഷൻ. ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടെ വരുന്ന 5 പോയിന്റ്സ്. നെക്സ്റ്റ് വരുന്നതാണ് ഇന്നോവേഷൻസിൽ വരുന്നതാണ് incremental innovations, radical innovation, disruptive innovations.
ഇപ്പോൾ ഒരു ഓണ്ടർപ്രണേഴ്സ് ലിവറേജസ് വേരിയസ് ഇന്നോവേറ്റീവ് പാസ് ടു സക്സീഡ് ലൈക്ക് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, സർവീസ് ഇന്നോവേഷൻസ്, പ്രോസസ് ഇന്നോവേഷൻസ്, മാർക്കറ്റിംഗ് ഇന്നോവേഷൻ, ബിസിനസ് മോഡൽ ഇന്നോവേഷൻസ്, അങ്ങനെ പലതരം ഇന്നോവേഷൻസ് ഒരു ഓണ്ടർപ്രണർ താങ്കളുടെ അല്ല അവരുടെ അവരുടെ സംരംഭങ്ങളിൽ ഉപയോഗിക്കും. അപ്പോൾ നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് ഇന്നോവേറ്റീവ് കോമ്പറ്റൻസി. അപ്പോൾ നമുക്ക് നോക്കാം. Having innovative competency offers following benefits of enterprises, mostly a innovative ഇന്നോവേഷനിൽ നമ്മളൊരു competency across functions and process help entrepreneurs to perform better a competitive situations. അപ്പോൾ ഇന്നോവേഷനിലൂടെ ഒരു കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനിൽ നന്നായി പെർഫോം ചെയ്യാനായിട്ട് ഓണ്ടർപ്രണറിന് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ലാർജ് സ്കോപ്പ് ഇന്നോവേഷൻസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹൈലി കോമ്പറ്റീവ് സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യുക, ഇന്നോവേഷനിലൂടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഹാവിങ് ഇന്നോവേറ്റീവ് കോമ്പറ്റൻസി ഓഫർ സംതിങ് ഡിഫറെൻറ്റ്. വേറെ ഒരു നമ്മളിപ്പോൾ ഇന്നോവേഷനിലൂടെ വരികയാണെങ്കിൽ വേറെ ആയിട്ട് ഒരു പുതുമ നൽകാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ സസ്റ്റെയിൻ ആയിട്ട് ടു സസ്റ്റെയിൻ ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് വൺ മസ്റ്റ് മേക്ക് സ്ട്രാറ്റജിക് ആൻഡ് ഇന്നോവേറ്റീവ് മൂവ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നോവേഷൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ ആൻഡ് എൻഷുർ സ്മൂത്ത് റണ്ണിങ് ഓർഗനൈസേഷൻ ഡ്യൂ ടു ഇൻവോൾവിങ് പ്ലേസ് ഡൈനാമിക്സ്. ഇതൊക്കെ നമുക്ക് ഇന്നോവേഷൻസിലൂടെ സാധിക്കുന്നതാണ്. ഇപ്പൊ ഇന്നോവേഷൻസിന്റെ ചലഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ഫെയിലിയേഴ്സ് ഒരു ചലഞ്ചാണ്. പിന്നെ അതർ റിസ്ക് ഓഫ് ഫിനാൻഷ്യൽ ബേർഡൻ വരും. നമ്മൾ ഇന്നോവേഷനിലൂടെ ബിസിനസ് എന്റർപ്രൈസിൽ വരെ നമുക്ക് റിസ്ക് വരും. പിന്നെ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഫെയിലിയർ. ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ ദാറ്റ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ഡിസ്പേറ്റ് മെനി ട്രയൽസ് ഡസ് നോട്ട് ഗീവ് ദ റിട്ടേൺസ് ടു എക്സ്പെക്റ്റഡ്. പുതിയതായിട്ട് ഒരു സാധനമൊക്കെ ഇറക്കുന്ന സമയത്ത് ട്രയൽസ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ എന്താ ചെയ്യുക കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാനായിട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓഫ് ഇംപ്ലിമെന്റേഷൻ. പിന്നെ സംടൈംസ് ഓണ്ടർപ്രണർ ടെൻഡ് ടു ഫോക്കസ് ഓൾ ഇറ്റ്സ് അറ്റൻഷൻ ഓഫ് ദി ഇന്നോവേഷൻസ്. ദിസ് hinders day-to-day activities of the enterprise. Therefore, it important for entrepreneurs to have separate innovation centers so that daily activities for the enterprises are not end. ഇപ്പൊ പുതിയതായിട്ട് വല്ല നമ്മൾ നവീകരിച്ചിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടേക്ക് എപ്പോഴും ശ്രദ്ധ ആവുമ്പോൾ നമ്മളുടെ ബിസിനസ്സിലൊക്കെ നമുക്കിങ്ങനെ ശ്രദ്ധ കുറയാൻ കഴിയും. അപ്പൊ എപ്പോഴും നമ്മൾ ഇന്നോവേഷൻസ് വേറൊരു സ്ഥലത്ത് ഒക്കെയാണ് നമ്മുടെ സ്ഥിരം ആക്ടിവിറ്റീസ്, ഓഫീസ് പ്രവർത്തനങ്ങളൊക്കെ സ്ഥിരം നടക്കുന്നിടത്ത് മാറ്റാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പൊളിറ്റിക്കലായിട്ട് റിസ്കുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇന്നോവേഷൻസ് നടക്കുന്ന സമയത്ത്. പിന്നെ അങ്ങനെ കുറെ ചലഞ്ചസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റ് ആണ് ഓണ്ടർപ്രണറിന് ഉണ്ടായിരിക്കണം ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബിഹേവിയറൽ ആൻഡ് ടാക്ടിക്കൽ സ്കിൽസ് ഓഫ് പേഴ്സൺ യൂസ് ടു മോട്ടിവേറ്റ്, ഇൻഫ്ലുവൻസ് ആൻഡ് interact with others effectively. Interpersonal skills to entrepreneurs to manage host of other things which are key to success of venture. അതായത് നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ സ്കിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ എസ്പെഷ്യലി ഒരു ഓണ്ടർപ്രണറിന് ഉണ്ടായിരിക്കേണ്ട കുറെ കഴിവെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ വേണം, എംപതി വേണം, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വേണം, ആക്റ്റീവ് ലിസണിങ് വേണം, അഡാപ്റ്റബിലിറ്റി വേണം, കോൺഫിഡൻസ് വേണം, പേഷ്യൻസ് വേണം, കൊളാബറേഷൻ ഓഫ് ടീം വർക്ക് വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, ഡിപ്ലോമസി വേണം. ഇതൊക്കെ നമുക്ക് ഒരു ഓണ്ടർപ്രണറിന് ഉണ്ടായിരിക്കേണ്ട ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് ഇടപഴകാനും ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകാനും ഒക്കെ ഒരു ഓണ്ടർപ്രണറിന് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വേണ്ടതാണ് ബിസിനസ് ലീഡർഷിപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ക്ലാസ്സുകളിലും ചില നമ്മൾ പഠിക്കാൻ പോകുന്നിടത്തൊക്കെ അങ്ങനെ കാണാം, ലീഡർഷിപ്പിന് നേതൃത്വ പാഠവുമുള്ള ചില കുട്ടികളുണ്ടായിരിക്കും. കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാനും അത് കൊണ്ട് നടക്കാനൊക്കെ ഒരു കഴിവുണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബിസിനസ് ലീഡർഷിപ്പിനുള്ള ഒരു
എബിലിറ്റി ഉണ്ടായിരിക്കണം. അത് ആസ് മെൻഷൻഡ് എബോ entrepreneurs should have leadership competency as lead to their team effectively. ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ലീഡർഷിപ്പ് കൊണ്ടു നടക്കാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കണം. Focus on managerial competency for entrepreneurs have been there since long. However, there are sufficient evidence to show that leadership competence differentiative scale of success. Business leadership is defined as the ability of an individual, group of organization to lead, influence or guide other individuals, teams or entire organizations to achieve the shared goals. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനും അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ അതാക്കാനും ഒരു കഴിവുണ്ടായിരിക്കണം. അതല്ലാതെ ഇല്ലാത്ത ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ഓണ്ടർപ്രണറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, ഗൈഡ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, അവരുടെ ടീമിനെ എംപ്ലോയീസിനെയൊക്കെ കീ പാർട്ട്നേഴ്സിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ലൊരു കഴിവുണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് ആണ് പ്രോബ്ലം സോൾവിങ്. എന്തായാലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ്. ആ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ പേടിച്ചിരിക്കുകയും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ കഴിവില്ലാതിരിക്കുന്ന ആളൊരു ഓണ്ടർപ്രണർ ആവാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ അങ്ങനെയല്ലേ. അപ്പൊ പ്രോബ്ലം സോൾവിങ് അതൊരു വലിയൊരു കഴിവാണ്. ഇൻ എനി ഫീൽഡ് ഇൻക്ലൂഡിംഗ് ഓണർഷിപ്പ്, പ്രോബ്ലം സോൾവിങ് കോമ്പറ്റൻസി ഈസ് ദ കീ കോമ്പറ്റൻസി. അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചെറുതോ വലുതായ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ആക്കണം. എങ്ങനെയാണ് ആ പ്രോബ്ലത്തെ സോൾവ് ആക്കുക? അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലം വെൽ, അണ്ടർസ്റ്റാൻഡ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആസ് വെൽ അസംഷൻസ്. അതായത് നമ്മൾ പ്രോബ്ലത്തിനെ മനസ്സിലാക്കണം, പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓപ്ഷൻസ് കണ്ടെത്തണം. ടു ഹാവ് അവയർനെസ് ഓഫ് റിസ്ക് ആൻഡ് ഡിസിഷൻസ് വിച്ച് ക്യാൻ ബി എക്സിക്യൂട്ടഡ് വിത്ത് ദ കോണ്ടെക്സ്റ്റ്. അതായത് റിസ്കുകൾ എടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ എന്താണ് നമുക്ക് കഴിവുണ്ടായിരിക്കണം. എന്താണ് പ്രശ്നമെന്നും ആ ഫാക്ടേഴ്സ് എന്തൊക്കെ പ്രശ്നത്തിന് സ്വാധീനിച്ചിട്ടുണ്ടെന്നും പിന്നെ എന്താണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്നും അതൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ ഒരു കഴിവ് വേണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഐഡന്റിഫൈ ദ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യണം. പിന്നെ ലുക്ക് ഫോർ റൂട്ട് കോസസ്, എന്തിനാണ് അതിന്റെ റൂട്ട് കോസസ് പോകണം. പിന്നെ ഇംപ്ലിമെന്റ് ദ സൊല്യൂഷൻ, നമ്മൾ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സൊല്യൂഷൻ സോൾവ് ചെയ്യണം. ഇവാലുവേറ്റ് ദ സെലക്ട് ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്യണം ഒരു സൊല്യൂഷൻ. പിന്നെ അതിന്റെ റിസൾട്ട് നമ്മൾ എന്തായിരിക്കണം? മെഷർ ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ എന്റർപ്രണറുടെ ഇതിൽ ഏറ്റവും വലിയൊരു കഴിവാണ്. പിന്നെ അത് മാത്രമല്ല, entrepreneurs who have problem solving skills can observe, judge and act quickly when difficulties arises. ഏത് സമയത്ത് അദ്ദേഹം ഒബ്സർവ് ചെയ്യും, ജഡ്ജ് ചെയ്യും, പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കും. അപ്പോ പേടിച്ചിട്ടോ അങ്ങനെ അതല്ല, അദ്ദേഹം പെട്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അഫ്രൈഡ് ഓഫ് ദ അൺനോൺ ആൻഡ് ആർ വെൽ എക്യുപ്പേർഡ് ടു ഹാൻഡിൽ എനിത്തിങ്. എന്തിനേയും അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയണം. പിന്നെ പ്രോബ്ലം സോൾവേഴ്സ് ആർ നോട്ട് ജസ്റ്റ് എക്യുപ്പേർഡ് ടു ഡീൽ വിത്ത് പ്രോബ്ലം ആൻഡ് but are also able to anticipate problems that will arise for future based on trends, patterns, experience and current events. ചിലപ്പോൾ പ്രോബ്ലം ഭാവിയിൽ
ആയിരിക്കാം, ഇന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടായാലും കറണ്ട് ഇവന്റ്സ് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡിൽ നമ്മൾ എന്തായിരിക്കണം, ആ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തടസ്സങ്ങളെയും മറികടക്കാനായിട്ട് ഈ പ്രോബ്ലം സോൾവിങ് കഴിവ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും. അപ്പൊ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ്. നമ്മളൊരു പ്രോബ്ലം സോൾവിങ്ങിൽ നമ്മൾ ചലഞ്ചസ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്താണ് പ്രശ്നം എന്നുള്ളത്. നമുക്ക് മൈക്രോ ലെവലായിക്കോട്ടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല വൺ ഷുഡ് ഹാവ് നോളേജ് കേപ്പബിലിറ്റീസ് അവൈലബിൾ കേപ്പബിലിറ്റീസ് വിച്ച് ക്യാൻ ബി സോഴ്സ്ഡ് ആൻഡ് ട്രസ്റ്റഡ്. നമുക്ക് വിശ്വസനീയമായ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും വലിയൊരു സ്ഥാപനങ്ങൾക്കായാലും ഓർഗനൈസേഷനായിരിക്കും എപ്പോഴെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഒരു പ്രോട്ടോകോൾസ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും ഒരു തീരുമാനം എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ നമ്മുടെ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ സിസ്റ്റമാറ്റിക് രീതി വെച്ചിട്ടാണ് അവരുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ആക്കുക. കമ്മ്യൂണിക്കേഷൻ അത് മസ്റ്റാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നതാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനന്റ് ഓഫ് സക്സസ്ഫുൾ പെർഫോമൻസ് ഓഫ് ആൻ എന്റർപ്രണർ ഇൻ ഇസ് ഹെർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. Entrepreneurs can miss opportunities if they are not able to communicate properly with investors, clients, team members, market, and so on. It includes both verbal as well as non-verbal flow. അപ്പോൾ ഓണ്ടർപ്രണേഴ്സ് ക്യാൻ മിസ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഒരു ഓണ്ടർപ്രണേഴ്സിന് എപ്പോഴും എന്തായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻസ് നന്നായിരിക്കും. ഇൻവെസ്റ്റേഴ്സിനോടായാലും ക്ലയൻസിനോടായാലും ടീം മെമ്പേഴ്സിനോടായാലും മാർക്കറ്റിലായാലും ഇൻക്ലൂഡ്സ് ബോത്ത് വെർബൽ ആസ് നോൺ വെർബൽ ഫ്ലോയിലായാലും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി അറിയണം. നിങ്ങൾക്കറിയാലോ ഏതൊരു ഇപ്പൊ നമ്മളായാലും സ്റ്റുഡൻ്റ് ആയാലും പഠിപ്പിക്കുന്നവരായാലും എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉദ്ദേശിക്കുന്നത്? ഇൻ ഏർലി സ്റ്റേജ് ഓഫ് വെഞ്ചർ ഫണ്ടിങ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം നമ്മൾ ഫണ്ടിങ്ങിന്റെ സമയത്ത് ആയാലും ഓണ്ടർപ്രണേഴ്സ് കമ്മ്യൂണിക്കേഷൻസ് നന്നായാലാണ് നമുക്ക് ബിസിനസ് പ്രപ്പോസൽസ് ഒക്കെ നമ്മൾ നന്നായി സംസാരിച്ചു, നമുക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ള അവർ ഫ്യൂ മിനിറ്റ്സിൻ്റെ ഒക്കെ സ്ലോട്ട് അവൈലബിൾ ആയിരിക്കും. അതിനുള്ള നമ്മളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ പ്രപ്പോസൽസിനൊക്കെ നല്ല വൃത്തിയായ രീതിയിൽ നമ്മൾ സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല നെഗോഷ്യങ് ആർഗ്യുമെന്റ്സ് ഒക്കെ വരികയാണ് പാർട്ട്നേഴ്സിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൂടെ നമുക്ക് എന്തായിരിക്കാം അത് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ വേർഡ്സും റെസ്പോൺസും ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ എന്തായിരിക്കും നമുക്ക് ഡീൽസിനെ നമുക്ക് ഫേവറബിൾ ആക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കുകയാണ്, അപ്രിഷിയേറ്റിംഗ്. പിന്നെ നമ്മൾ ഗീവ് സെൻസ് ഓഫ് ഓണർഷിപ്പിലൂടെയൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് സാധിക്കുന്നു. പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറുടെ രീതി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോളോ ഗുഡ് ബ്രാൻഡിംഗ് പ്രാക്ടീസ് ആസ് എ ലോങ് ടേം സ്ട്രാറ്റജി ഫോർ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അദ്ദേഹം ഫോളോ ചെയ്യുന്നത് ഗുഡ് ബ്രാൻഡിങ്ങിന്റെ ഒരു രീതിയിലാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസിൽ പറയുന്നത് ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഗുഡ് പബ്ലിക് റിലേഷൻസിൽ, ഡിസൈറബിൾ ബ്രാൻഡ് ഇൻഫ്ലുവൻസ് ഓർഗനൈസേഷനിൽ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമുക്ക് വേണം. പിന്നെ നമുക്ക് വരുന്നത് അടുത്ത പോയിന്റ് ആണ് നെഗോസിയേഷൻ.
അയ്യോ. റിസ്ക് മാനേജ്മെന്റ് നമുക്കൊരു പോയിന്റ് ആണ്. Negotiation whether it is a dialogue between two or more people practice intent to reach beneficial outcome or one more issues whereas interest of conflict exists the respect to at least one these issues. ഒരു പ്രശ്നത്തില് നമുക്ക് ബിസിനസ് പരമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പരസ്പര ധാരണയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളൊരു നെഗോസിയേഷൻ വെക്കുക. ഇങ്ങോട്ടും ഇങ്ങോട്ടൊരു നഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നമ്മൾ തീർപ്പാക്കാനായിട്ടുള്ളത് വേണം. പിന്നെ നമുക്ക് അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് മാനേജ്മെന്റ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഓരോ റിസ്ക് മാനേജ്മെന്റ് എപ്പോഴും റിസ്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്തായിരിക്കണം, റിസ്ക് മാനേജ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. റിസ്ക് മാനേജ്മെന്റ് identify risks and vulnerabilities for any business proposals and planning. Risk management is the identifications, evaluation, and prioritization of risk followed by coordinated and economical applications of resources and minimize, monitor, and control of impact of unfortunate events or maximize the realization of opportunities. The analysis of above definitions show that entrepreneurs identify, evaluate, priorities, risk. ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, പ്രയോറിറ്റീസ് ആയിട്ട് ഉള്ള റിസ്കിനെ. പിന്നെ കോർഡിനേറ്റ് ചെയ്യും, എക്കണോമൈസ് ആൻഡ് റിസോഴ്സസിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. ഏതാണ് നമ്മളുടെ റിസോഴ്സസ് എന്നുള്ളതും എക്കണോമൈസിനെയും. പിന്നെ അൺഫോർച്ചുനേറ്റ് ഇവൻസിനെ നമ്മൾ മാനേജ് ചെയ്യും. മാക്സിമൈസ് ദ റിയലൈസേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. മാക്സിമൈസ് ചെയ്യാണ് നമ്മൾ ഏതൊക്കെയാണോ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ സം ഓഫ് ദ സ്പെസിഫിക് റിസ്ക് കുഡ് ബി അബൌട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ പ്രൊഡക്റ്റ് ഡിസൈൻ ആക്സബിലിറ്റി, മെറ്റീരിയൽ അവൈലബിലിറ്റി, റിസോഴ്സ് അവൈലബിലിറ്റി, കീ ടാലന്റ് ആട്രേഷൻ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിങ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് സോ. വൺ ഓഫ് ദ മേജർ റിസ്ക് കുഡ് ബി കൺസേണിങ് റെഗുലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ വയലറ്റിറ്റി ആണ് നമുക്ക് വരുന്ന വേറൊരു ഇത്. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ നമുക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓണ്ടർപ്രണറിന് വേണ്ട കഴിവുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മളുടെ മൊഡ്യൂൾ 1 കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത് ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആയി. ഹലോ, ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
11 11 ഓക്കെ ഞാൻ എടുത്ത് വെക്കാം.